അപ്പൊ ഇന്ന് ഞങ്ങള് വാരനാട്ട് അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മളിത് വെച്ചൂര് വരെയാണ് എത്തിയിരിക്കുന്നത്. ഇപ്പൊ നമ്മളിത് അംബിക മാർക്കറ്റ് വരെയാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ അതേ സ്കൂൾ ബസ്സിൽ നിന്ന് കുട്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഫുള്ള് ഇങ്ങോട്ടേക്ക് ഫുള്ള് കാണുന്നത് മീൻചെത്ത് കടകളാണ് കേട്ടോ. ഫ്രഷ് മീന് കിട്ടും, അവർ ചെത്തി തരുന്നതാണ് നമുക്ക്. ഇതാണ് പാതിരാമണല്. കാണാൻ പറ്റുമോന്ന് എനിക്കറിയത്തില്ല. അത് അങ്ങ് അറ്റത്താണ്. ഫുള്ള് ബ്ലോക്കായി കിടക്കുവാണ്. അവിടെ ഒരു വണ്ടി ബ്ലോക്ക് ആയിട്ടുണ്ട്. അതിന്റെ വാലേ എല്ലാരും കിടക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോ നല്ല വെയിലുണ്ട് കേട്ടോ. മീൻവണ്ടി നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ആ വശത്താണ് നമ്മുടെയൊക്കെ വീട്. അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് വരുന്നവർ അങ്ങോട്ട് നോക്കിയാൽ മതി. വിളക്ക് മാടം. ഇനിയിപ്പോ നമ്മള് ചേർത്തലയിലോട്ട് കടന്നിരിക്കുകയാണ്. ആലപ്പുഴ. എന്നാലും നമ്മൾ കോട്ടയത്തായിരുന്നു. ഇത് കണ്ടോ, ഇവിടെ മൊത്തം ഇനി അങ്ങോട്ട് കുണ്ടും കുഴികളാണ്. അവിടെയാണ് തണ്ണീർമുക്കത്ത് ഫിഷ് മാർക്കറ്റ്. അപ്പൊ ദേ നമ്മള് വാരനാട് അമ്പലത്തിൽ എത്തിയിരിക്കുവാണ്. അപ്പം നമ്മൾ വന്ന സമയത്ത് ഇവിടെ അകത്ത് നേദ്യമാണെന്നാണ് തോന്നുന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ പുറകു ഭാഗം. കൂട്ടിയെടുക്കണം. വെള്ളം ഒഴിക്കാം. ഇവളുടെ എന്നതായിരുന്നു അവന് തൊട് പേടിയാണ്, എല്ലാം പേടിയാ. നോക്കിയപ്പോ നമ്മളെ പോലത്തെ ഒരെണ്ണേ കണ്ടോളൂ. അപ്പൊ പിന്നെ അതിനെ തൊടാന്ന് വിചാരിച്ചു. തൊട്ടോ ഉപ്പൻ കണ്ട് ഉപ്പൻ ബബ്ബ എന്ത് കുഞ്ഞ് ബബ്ബ. കൈ വിട്ടു കൊടുക്ക്, തന്നെ നടന്നു പോട്ടെ. ദേ ബബ്ബ ദേ ബബ്ബ. ാണ് വാരനാട് അമ്പലത്തിലെ നക്ഷത്രക്കാവ്. നമ്മൾ നമ്മുടെ മരത്തിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു. ഇവിടെ ഏറ്റവും വലിയ മരം ഇതാണ് കടമ്പ്. ഇതാണ് കടമ്പ് മരം. എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഉപ്പൻ, പക്ഷി, പാമ്പ്, ആന. തൊട്ടോ പേടിക്കണ്ട. അതിന് തൊട്ടോ സിംഗം എല്ലാം പേടിയാ. ഒരെണ്ണത്തിന് തൊടിയിക്കതെങ്കിലും. ദേടെ മ്യാവു, ദേ മ്യാവു പൊന്നെ മ്യാവു. പോട്ടെ, ആങ്കിറ്റത്തോട്ട് പോട്ടെ എന്നാ. ദേ ബബ്ബനെ തൊടിയിക്ക്. അതാകുമ്പോ പേടിയില്ലല്ലോ. അതേ കോഴി ബബ്ബ. അകത്ത് എത്തിയപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര അറുനാഴിയുടെ മണമായിരുന്നു. വലിയ ഗ്രൗണ്ടാണ്.
ഇതാണ് ഞങ്ങളുടെ പുതിയ ഗ്ലാസ്. വെള്ളമില്ല, ഗ്ലാസ് മാത്രം. ഓ, അത് തൊട്ടാ അവക്ക് പ്രശ്നം. വിട്ടുവിട് നടക്കട്ടെ. വീണാലും കുഴപ്പമില്ലല്ലോ. സ്പീഡിൽ നടന്നോ, ഇഷ്ടംപോലെ ദൂരമുണ്ട്. മണ്ണൊക്കെ വാരിക്കോ? തുരു ഈ കാണുന്നതാണ് കിങ്ഫിഷറിന്റെ ബിയർ ഫാക്ടറി.